2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എറണാകുളം വരെ ഒന്ന് പോയതാണ്. എറണാകുളത്ത് അനിയത്തിയുടെ അടുത്ത് വരെ ഒന്ന് പോയതാണേ. പോയിട്ട് വന്നപ്പോൾ നമ്മുടെ ഗാർഡനിൽ 2 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും ഒരുപാട് ചേഞ്ചസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ആദ്യം തന്നെ വിഷമമുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണേ. ചെടികളെ അത്രത്തോളം സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചെടികൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയെന്നറിയുമ്പോൾ വിഷമം ഉണ്ടാവും. അതാണേ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വിങ്കാസൊക്കെ പൂക്കളായിട്ടുണ്ട്. നമ്മുടെ കമ്മൽ ചെടി നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഈ കിടക്കുന്ന നമ്മുടെ ഡബിൾ പെറ്റൽ പെറ്റൂണി ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അടിച്ചു പോയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് വെള്ളം കുറഞ്ഞിട്ടോ മറ്റോ അല്ലെങ്കിൽ ചൂട് കൂടിയിട്ട് വാടി കിടക്കുക എന്നാണ്. ഞാൻ വന്നപ്പോൾ തന്നെ അതിനെ നന്നായിട്ട് അവിടെ നിന്നൊന്ന് മാറ്റി കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ആയിട്ടും അതിങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് വെള്ളം കൂടിയിട്ട് അതിൻ്റെ റൂട്ട് അഴുകിപ്പോയതാണ് കേട്ടോ. ആ ചെടി മാത്രമല്ല, നമ്മുടെ ഒരു ചൈനീസ് ബോൾസവും ഫുൾ അഴുകി പോയിട്ടുണ്ടായിരുന്നേ. വെള്ളം കൂടിയാലും പ്രശ്നമാണല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ ഉപ്പാപ്പ അടുത്തും ഇക്കടുത്തും ജസ്റ്റ് പറഞ്ഞിട്ടാണ് പോയത്. വെള്ളം ഡ്രിപ്പറിൽ നിന്ന് വീഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവർക്കും ആ ഉച്ച സമയമാകുമ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണേന്ന്. എനിക്ക് തോന്നണു ഉപ്പാപ്പായും ഒഴിച്ചിട്ടുണ്ടാവണം, ഇക്കായും ഒഴിച്ചിട്ടുണ്ടാവണം, നമ്മുടെ ഡ്രിപ്പറും വെള്ളം ഒഴിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ കുറച്ച് പ്ലാന്റ്സൊക്കെ അഴുകിപ്പോയത് കേട്ടോ. ഒരു ഡയാന്തസ് പ്ലാന്റും കുറേ അതിൻ്റെ ഭാഗങ്ങളെല്ലാം അഴുകി പോയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ അല്ലേ. എന്തായാലും അഴുകിപ്പോയ നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ്സൊക്കെ ഞാൻ എടുത്ത് നട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ പിടിച്ച് കിട്ടുകയാണെങ്കിൽ പിടിച്ച് വരട്ടെ. പിന്നെ പെറ്റൂണിയ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് ഉച്ച സമയത്തൊക്കെ. വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം വാടി കരിഞ്ഞു പോയേനെ കേട്ടോ. പക്ഷേ ഡ്രിപ്പറിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഞാനാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കുന്ന അത്രത്തോളം എന്തായാലും അവർക്കൊന്നും ശ്രദ്ധിക്കാൻ അറിയില്ലായിരിക്കുമല്ലോ. അതുകൊണ്ടാണേ. സാരമില്ല, ഈ ചൂടത്ത് എന്തായാലും വെള്ളം കിട്ടാതല്ലല്ലോ അല്ലേ അവർ നശിച്ചു പോയത്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാൻ പോകുമ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് പോയത്. പക്ഷേ 2 ദിവസമായല്ലോ, ചെറുതായിട്ട് പോച്ചയൊക്കെ കിളിച്ച് തുടങ്ങിയിട്ടുണ്ടേ. നമ്മുടെ വിങ്കയുടെ ആ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് കിടക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഇനി ഇതിന്നെല്ലാം നമ്മൾ താഴെ ഇരിക്കുന്ന ചട്ടികളെല്ലാം എടുത്തു മാറ്റിയിട്ട് വേണം അവിടുന്ന് തൂത്ത് ഇറക്കാനായിട്ട് കേട്ടോ. എനിക്ക് അവിടുന്ന് ഒരു ചെറിയ വിങ്കയുടെ തൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിങ്ക ഇരിക്കുന്ന ഒരു പോട്ടിലോട്ട് തന്നെ നട്ടു വെച്ചിട്ടുണ്ടേ. പോട്ടുകൾ ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ നമ്മൾ ഡ്രിപ്പർ കണക്ട് ചെയ്തിട്ടുള്ള കാര്യം എന്തായാലും ഓർക്കണം കേട്ടോ. ഡ്രിപ്പർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പോട്ടുകൾ എടുത്ത് മാറ്റാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രിപ്പർ കണക്ട് ചെയ്തത് കാരണം നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കും മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരാനായിട്ട്. അപ്പോൾ അവിടെയെല്ലാം ഞാൻ തൂത്ത് വാരിയതിന് ശേഷം നമ്മൾ പോട്ടെല്ലാം വീണ്ടും തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രിപ്പർ കൂടി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രിപ്പറിനകത്ത് നിന്ന് ഈ റെഗുലറായിട്ട് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒരേപോലെ വെള്ളം വീഴുന്നില്ല. നമ്മൾ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്കിലൊക്കെ കറക്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യസമയത്ത് വെള്ളം വീഴത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. ടാങ്കിൽ വെള്ളമുണ്ടോ, വെള്ളം വീഴുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ സ്റ്റെപ്പും കൂടി ഒന്ന് കഴുകി ഇറക്കണം കേട്ടോ. അത് മൊത്തം അഴുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ കാർപ്പറ്റൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടഞ്ഞ് ചൂല് വെച്ച് ഒന്ന് തൂത്തിറക്കാണ്. എൻ്റെ ഈർക്കിലി ചൂല് മൊത്തം നശിച്ചു പോയിട്ട് വേറൊരെണ്ണം എടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. ഇനി എവിടെന്നെങ്കിലും ഒരെണ്ണം കളക്ട് ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഡയാന്തസിൻ്റെ കാര്യം. ആ ഡയാന്തസിൻ്റെ പകുതി ഭാഗത്തോളം അഴുകി പോയിട്ടുണ്ടായിരുന്നു. ഇത് ചട്ടി നിറച്ചിട്ടുണ്ടായിരുന്നു. നിറയെ പൂക്കളായിട്ട് നിന്ന് നമ്മുടെ ഡയാന്തസ് ഞാൻ മിക്കവാറും വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ വന്ന് അതിൻ്റെ യെല്ലോ കളറിലുള്ള ലീവ്സ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. കരിഞ്ഞ മുട്ടുകളെല്ലാം കരിഞ്ഞ പൂക്കളെല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കിയൊക്കെ നിർത്തിയേക്കാണേ. ഇപ്പം നമ്മൾ ഇവിടെയെല്ലാം തൂത്ത് ഏകദേശം ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കിടക്കുന്ന പെറ്റൂണിയ മാറ്റിയിട്ട് അവിടെ നമുക്ക് വേറെ പ്ലാന്റിനെ കൊണ്ടുവന്ന് ഹാങ് ചെയ്ത് ഇടാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റിനെ വീണ്ടും വീണ്ടും കാണുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെ എന്തായാലും ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും അത് രക്ഷപ്പെട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പോകുന്നതിന് മുന്നേ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വിങ്കയും മില്യൺ ബെൽസിൻ്റെ പ്ലാന്റും എല്ലാം ഞാൻ എടുത്ത് അവിടെ കൊണ്ടുവന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ടേ. ഡബിൾ പെറ്റൽ പെറ്റൂണിയയുടെ വേറെ 2 പ്ലാന്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി എന്തായാലും കുറച്ച് പ്ലാന്റ്സും കൂടെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കണം. പെട്ടെന്നാണ് കേട്ടോ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് അങ്ങ് നശിച്ചു പോകുന്നത്.
ഇപ്പോൾ കൊണ്ട് ഹാങ് ചെയ്തിട്ട പെറ്റൂണിയ പ്ലാന്റിൻ്റെ എല്ലാം തലപ്പ് ഞാൻ നുള്ളിക്കളയുന്നുണ്ട് കേട്ടോ. പുതിയ ബ്രാഞ്ചൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വരട്ടെ എന്ന് വെച്ചിട്ടാണേ. നമ്മുടെ ഈ ഡബിൾ പെറ്റൽ പെറ്റൂണിയ നിൽക്കുന്ന ആ പോട്ടിൽ നിന്നും കൂടി എനിക്കൊരു വിങ്കയുടെ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പോട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അധിക സമയം ഇവിടെ നിന്നാൽ ശരിയാവില്ല, കാരണം നല്ല ശക്തമായ മഴ വരുന്നുണ്ട്. ചെറിയ രീതിയിൽ ഇടിയും മിന്നലും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ചെറുതായിട്ട് മഴ പെയ്യാറുണ്ട്. ആ സമയത്ത് ഉപ്പാപ്പ അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉപ്പാപ്പ പറയാണ് ഇതെല്ലാം പറക്കി അകത്ത് വെച്ച് അകത്ത് കയറിക്കോ, നല്ല മഴ വരുന്നുണ്ടെന്ന്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, മഴയുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബായ്.